അപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരു കോഴിക്കടയുടെ അടുത്താണ്. എനിക്ക് അങ്ങോട്ട് പോകണം, ഒരു കാര്യം ചെയ്യാനുണ്ട്, ഒരു കോഴിക്കാരനത് കാണാനുണ്ട്. ഓക്കെ, ഇതെന്താ അറിയാമോ? നിങ്ങൾ വേസ്റ്റ് കളയണ സാധനമല്ലേ? ഞാൻ ഇത് വെച്ചിട്ട് ഒരു സാധനം ചെയ്യാൻ പോവുകയാണ്. എന്താണെന്ന് ഒരു പറയാൻ പറ്റും? എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ചെയ്യണമെന്നുള്ള എന്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിറാസ് ടൈം. ഇന്നത്തെ സംഭവം അറിയാമല്ലോ, ഇതാ യവനാണ് താരം. നമ്മൾ വേസ്റ്റിൽ കളയുന്ന സാധനമാണിത്. ഏതാണ്? കോഴിയുടെ കാല്. ഒരുത്തരും ഇതിലൊന്നും ചെയ്യൂല. ഇത് തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഭാഗങ്ങളിൽ ഇതിന്റെ സൂപ്പിട്ട് കുടിക്കും. ജിമ്മന്മാരെ കുടിക്കും. ഹീറ്റ് സാധനമാണ്. എന്നിട്ട് അതില് അവര് മെഡിസിൻ സാധനം ചേർക്കും, അതായത് ആയുർവേദം. നമുക്ക് ആയുർവേദം ചേർക്കാൻ പറ്റില്ല, കാര്യം എനിക്ക് പത്യം പിടിക്കാൻ പറ്റില്ല. ഈ സാധനം വെച്ച് ഞാൻ ഇന്നൊരു അടിപൊളി അടാറ് സൂപ്പ് വെക്കാൻ പോവുകയാണ്. എങ്ങനെ ഇരിക്കും നോക്കാം. ഓക്കെ, ഭയങ്കര കാറ്റ്, അമ്മി വരെ ആടുന്നു. ഞാൻ ഇവിടെ ചതയ്ക്കാൻ പോവുകയാണ്. ഇവിടെ മിക്സി ഒന്നുമില്ല. നമുക്ക് ഈ സാധനത്തിലെ ഈ സൂപ്പിൽ നമുക്ക് ഭയങ്കരമായ ചതച്ച് മറ്റേ ചെറുത്ത തള്ളിയിട്ടാൽ മതി. എല്ലാം ഒന്ന് തള്ളിയിടണം. ഒന്ന് തള്ളിയിട്ട ഇത്ര മതിയാവും. ഇത്ര തള്ളിയാൽ മതി. അപ്പോഴും നമ്മൾ അമ്മയും നമ്മൾ ഈ സൂപ്പിന് വേണ്ടി മല്ലി ഒരുപാട് ചതയണ്ട, ജസ്റ്റ് ഒന്ന് തള്ളിയിടുക, ചതച്ചിടുക. ഇതെങ്ങനെ അങ്ങനെ ഊറി പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോഴേ നമ്മളെല്ലാം ഇവിടെ ചതച്ചെടുത്ത് ഇതെല്ലാം മറ്റേ ഭയങ്കര ചതഞ്ഞ പരുവാവണ്ട. സൂപ്പിന് ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ ഈ സാധനം കിടന്ന് ഊറി പിടിച്ച് വരാൻ വേണ്ടിയാണ്. ഓക്കെ, എല്ലാം ചതച്ച് കഴിഞ്ഞു. ഞാൻ എൻ്റെ സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോഴേ ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെ കാണിക്കാനാണ് ഈ രണ്ട് കാല് ഞാൻ കൊണ്ടുവന്നത്. കണ്ടല്ലോ, നമ്മൾ വേസ്റ്റ് കളയണ കോഴിയുടെ കാലാണ്. പല സ്ഥലത്തും, പല രാജ്യത്തും, പല സംസ്ഥാനത്തും ഇത് സൂപ്പർ സൂപ്പും കറിയും ഫ്രൈയുമായിട്ട് പോകുന്നുണ്ട്. നമ്മളെ സ്ഥലത്ത് വരുന്നില്ല. പക്ഷെ ഈ സാധനം നമ്മൾ പരീക്ഷിക്കാൻ പോവുകയാണ്. ഇത് കിടിലമാണ്. ഇത് സാധാരണ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് മരുന്നുകൾ, അത് അങ്ങാടി മരുന്നുകളെല്ലാം ഇട്ട് ഇതൊരു സൂപ്പ് പോലെ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പാടില്ല, അത് കുടിക്കാൻ പാടില്ല, എരി കുടിക്കാൻ പാടില്ല. ഇതങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ സൂപ്പറായിട്ട് പൊളിക്കും. നമ്മൾ താളിപ്പും മറ്റൊന്നുമില്ല, വെള്ളം ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുന്നു. അപ്പോൾ ഇത് അടച്ചു വെക്കാം, വെള്ളം തിളക്കട്ടെ. വെള്ളം ഏകദേശം തിളച്ച് നമ്മൾ മഞ്ഞപ്പൊടി ഇടുകയാണ്. അപ്പോഴേ നമ്മളെ ഒരുപാട് ചതയ്ക്കേണ്ട ഉള്ളി സൂപ്പിനെ ഒരു ജസ്റ്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ട് ഇതിനെ അതേ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടിട്ടുള്ളൂ. ഒരു ഇത്രയും സൂപ്പിന് നമ്മൾ ഇത്രയും വേണ്ട സൂപ്പിന് നമുക്കൊരു അരക്കിലോക്കകത്ത് ഉള്ളി മതി. അരക്കിലോ തേച്ച് വേണ്ട, ചെറിയ ഉള്ളിയാണ് ഇടുന്നത്. ഇനി അതേപോലെ ഇഞ്ചി ഒരു 4 കഷ്ണം ഇഞ്ചി ചതച്ചത് അതിടെയാണ്. വെളുത്തുള്ളി ഒരു 50 ഗ്രാം വെളുത്തുള്ളി. മല്ലി കൊത്തമല്ലി എന്ന് പറയും. അതൊരു 50 ഗ്രാം നമ്മൾ വെള്ളത്തിലൊന്ന് കുതിർത്ത് ഒന്ന് ചതച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. പച്ചമുളക്
ഒരു 10 പച്ചമുളക്. ഇത് കണ്ടല്ല, ഇതാണ് തുടുപ്പ്. തുടുപ്പ് എന്ന് വെച്ചാൽ ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇളക്കാൻ പറ്റുള്ളൂ, അല്ല നിങ്ങളെ വേറെ ഉദ്ദേശിച്ച തുടുപ്പല്ല. ഇതെല്ലാം കൂടെ കിടന്ന് നല്ല വെന്ത് ഊരി പിടിച്ചു വരണം. നമുക്ക് കോഴിയുടെ കാല് ചേർക്കാം. അപ്പൊ ഇതെല്ലാം കൂടെ കിടന്ന് നല്ല പിടിച്ചു വരട്ടെ. ആ സമയത്ത് അയ്യോ തുടുപ്പ് പോയി. ആ സമയത്ത് നമ്മൾ ഈ കാല് കൊണ്ടുവന്ന ഡെമോ കാലാണ്, ഇങ്ങനെ ഇരിക്കുന്ന കാലാണ്. ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇങ്ങനെ ആക്കണത്. അപ്പോ നല്ല സമയം എടുക്കും. ഇത്രയും കഷ്ടപ്പെട്ട സാധനമാണ്. അപ്പൊ ഈ 4 കാല് ഇതിൽ ചേർക്കണില്ല. ഡെമോ കാല് കണ്ടല്ലോ, ഡെമോ കാല് ഇതാ വാരി തള്ളയാണ്. ഇനി ഈ സാധനങ്ങൾ ഈ കിടക്കണ എല്ലാം കൂടെ കിടന്ന് പിടിച്ച് ഇപ്പൊ നമ്മൾ എത്ര വെള്ളം ചേർത്താലും 1/3 ഇത് വെന്ത് ഇത് വറ്റി ഇത് റെഡിയായി വരാൻ ഏകദേശം കുറച്ച് സമയം എടുക്കും. നമ്മൾ ആ സമയം വരെ ഇതിന്റെ വെള്ളം വറ്റി ഇത് ഊരി പിടിച്ചാൽ മാത്രമേ അതിന്റെ ഒരു സുഖം വരുള്ളൂ, ടേസ്റ്റ് വരുള്ളൂ. അപ്പൊ തൽക്കാലം ഞാനിതിങ്ങനെ ഇളക്കി എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ അടപ്പ് വെച്ച് അടച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോയി കാറ്റുകൊള്ളാൻ പോവുകയാണ്. പോയിട്ട് വരുമ്പോൾ റെഡി ആയിരിക്കും. അപ്പൊ നമ്മൾ കൂച്ചും എന്നുവെച്ചാൽ കുടിക്കും. അപ്പോ സംഭവം കണ്ടല്ല, കോഴിയുടെ കാലിന്റെ സൂപ്പ്. എന്റെ അപ്പോ മണമെന്ന് പറഞ്ഞ വല്ലാത്ത മണം. ഇത് കണ്ട ഇതാണ് പൊളപ്പ് പൊളപ്പ്. കണ്ടം തുണ്ടനെ വെട്ടണം. ചുമാറ്റ കണ്ടം തുണ്ടനെ വെട്ടണം. വെട്ടിയിട്ട് തിളക്കണണ്ട കണ്ടാ, ഇതിലോട്ട് തള്ളി കൊടുക്കണം. മല്ലിച്ചപ്പ് ഇടാം. തുടുപ്പിട്ട് ഇളക്കാം. തുടുപ്പിട്ട് വെള്ളം പറ്റണേ. ഒരു അരമണിക്കൂർ കിടന്ന് നല്ല സെറ്റായി വരുമ്പോൾ സൂപ്പാവും. അപ്പോ ശരിയായടേ. കുരുമുളക് ഇറങ്ങാം. കുരുമുളക് ഗരം മസാല ലേശം. പെരിഞ്ജീരകത്തിന്റെ പൊടി ലേശം. വെളിച്ചെണ്ണ. ഇതിൽ ഓയിലുണ്ട് എങ്കിലും നമ്മൾ ലേശം വെളിച്ചെണ്ണ ചേർക്കും. നമ്മൾ മലയാളികൾ വെളിച്ചെണ്ണ ചേർക്കാത്ത ഒരു സംഭവം ഇല്ലല്ലോ. അതുകൊണ്ട് പൊളിന്ന് പറഞ്ഞ എന്റെ അമ്മോ, ഇത് വേണമെങ്കിൽ നമുക്ക് ബീഫിന്റെ ഇത് കറിയായിട്ട്, അതായത് അപ്പത്തിൻ്റെ കഴിക്കാം, പൊറോട്ടയുടെ കഴിക്കാം. ഈ കാല് മാത്രം നിങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് ഇതല്ല. സൂപ്പർ ടേസ്റ്റാണ്. എന്താ എങ്ങനെ ഇരുന്ന കാലാണ്, ആർക്കും വേണ്ട കളഞ്ഞ കാലാണ് ഈ പരുവായത്. ഇത് കണ്ടല്ലോ. ഇത് സൂപ്പ് മാത്രമല്ല, അപ്പത്തിനൂടെ പിടിക്കാം, ദോശയുടെ പിടിക്കാം, പുട്ടിനൂടെ പിടിക്കാം, പൊറോട്ടയുടെയും പിടിക്കാം. നിങ്ങൾ ഈ കോഴിയുടെ കാലെന്ന് വിചാരിച്ച് വേസ്റ്റായിട്ട് കളയണ സാധനമാണ്. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഒരു കൈ മാത്രം ആൾ കാണിക്കില്ല, മുഖം കാണിക്കില്ല. അതാ കൊടുക്കണം. അണ്ണാ കൈ കാണിക്കണം. ഇതാ കഴിച്ചു നോക്കിയാണ്. കുഴപ്പല്ലേ? ആ നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഏതെന്നറിയാമല്ലോ, കോഴിയുടെ കാലിന്റെ സൂപ്പ്. ഇത് സൂപ്പായിട്ടും കുടിക്കാം, കറിയായിട്ട് കൊടുക്കാം. സൂപ്പറാണ്, സൂപ്പർ. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 ഗസ്റ്റുകളുണ്ട്, അവരടുത്തോട്ട് പോവുകയാണ്. റെഡിയാണല്ലോ സംഭവം? കണ്ടല്ലോ. എന്തിനാ മനസ്സിലായ? ഇതെന്താണ്? ഇത് കോഴിയുടെ കാലിന്റെ സൂപ്പാണ്. കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ആ മനസ്സിലായ സംഭവം? മനസ്സിലായി. ആ അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആണോ? എടുത്തോളി.
കാല് അപ്പോ പൊളി പൊളി സൂപ്പർ സൂപ്പറാ സൂപ്പറാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ ഇത് ഉണ്ടാക്കുമ്പോൾ അങ്ങാടി മരുന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അങ്ങാടി മരുന്നിട്ട് ഉണ്ടാക്കിയാൽ എന്താവും, നമുക്ക് പഥ്യം നോക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇത് ഹീറ്റാണ്, ബോഡി ഹീറ്റാവും. ജിമ്മമാരെ കഴിക്കുന്ന സാധനമാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ, പൊളിയല്ലേ? അപ്പൊ പൊളിയാണ്, അടിപൊളിയാണ്. ഒരു മസ്റ്റ് ട്രൈ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ട്രൈ ചെയ്യുക, ബെല്ലൈക്കനും ഞെക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിട്ട്. ഗുഡ് ബൈ.